അപ്പോ ഈ അച്ഛന്റെ പ്രസംഗം ശ്രദ്ധിക്കപ്പെട്ടത് ഏത് കാലം മുതലാ? ഈ ഡിജിറ്റൽ മീഡിയ സ്ട്രോങ് ആയതിനു ശേഷമാണോ? സോഷ്യൽ മീഡിയ 2008 മുതലാണ് വൈറലായിട്ട് വരാൻ തുടങ്ങിയത്. നിങ്ങളുടെ ദേവാലയങ്ങളിലും ഒക്കെ വളരെ ഉയരത്തിൽ ജീവിക്കുന്ന അച്ഛന്മാരൊക്കെ ഉണ്ടല്ലോ, വലിയ ബിഷപ്പന്മാരും ആർച്ച് ബിഷപ്പ് പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അവരൊക്കെ അച്ഛന്റെ ഈ പ്രസംഗ രീതിയെ തടയാൻ ശ്രമിച്ചിട്ടുണ്ടോ? ചെറിയൊരു കോമഡിയുടെ മേമ്പൊടി ഉണ്ടല്ലോ എപ്പോഴും, അല്ലേ? ആദ്യകാലത്തൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് പ്രസംഗത്തിന്റെ ഗൗരവം പോവും, ഈട് പോവും. ചെല്ലു പറഞ്ഞു യേശു ക്രിസ്തു തമാശ പറഞ്ഞതായിട്ട് ബൈബിളിൽ അപ്പൊ ഞാൻ പറഞ്ഞു യേശു ക്രിസ്തു കുളിക്കാൻ പോയെന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ലല്ലോ. ജീവിതത്തിൽ എല്ലാം ഇങ്ങനെ അങ്ങ് പോവും. അപ്പം കോമഡി കൂടെ പറയാൻ പറ്റുന്നവർ അങ്ങനെ, ഗൗരവത്തിലൂടെ പറയുന്നവര് അങ്ങനെ. അല്ല, ഇതിന് ഫലിതത്തിന്റെ മേമ്പൊടി സൂപ്പറാ ഫാദറെ, അത് സംശയമൊന്നുമില്ല. അല്ലെങ്കിൽ ഫാദറിനെ ഇത്ര ലക്ഷം ആൾക്കാർ കാണുമോ? അപ്പൊ മാത്രമല്ല, ആ ആദ്യ രാത്രിയില് ഡെൻമാർക്കിന്റെ തലസ്ഥാനം ചോദിച്ച ആ കുഞ്ഞാടിന്റെ കഥയുണ്ടല്ലോ, അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയോ ആളുകള്, അത് അങ്ങനെ ഒരു സംഭവം പറയാൻ കാര്യം എന്തുവാ? അല്ലാതെ ഇങ്ങനെ ഒരു ധ്യാനത്തില് ഇങ്ങനെ പ്രശ്നങ്ങൾ പറയാൻ വേണ്ടി വന്നു. അപ്പൊ ഞാന് കുടുംബ കോടതിയിലും ഒരു ബന്ധപ്പെടുന്ന ആളാണ്. ഞാൻ അഡ്വക്കേറ്റ് ആണ്. കൂട്ടത്തിൽ പഠിച്ചോണ്ടിരിക്കണോ? കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞു. 1998 തീർന്നായിരുന്നു. അല്ല, എനിക്കൊന്നും രണ്ട് കേസ് ഉണ്ടായിരുന്നു ഫാദറിന്റെ തരാനായിട്ട്. ഞാൻ നേരെ എടുക്കല, എടുത്താ തോറ്റുപോയാലോ. എനിക്ക് നല്ല സീരിയസ് ഉണ്ട്. അവരുമായിട്ട് ഒറ്റയ്ക്ക് കുഴപ്പം വരുന്നേ അവർക്ക് വന്നോട്ട്. അപ്പൊ അതിന്റെ ബുദ്ധി കൊള്ളാൻ എന്തായാലും. ഞാൻ പറഞ്ഞു, കുടുംബത്തിലെ പ്രശ്നം തീരണമെങ്കിൽ ദമ്പതികൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് 15 മിനിറ്റ് മുട്ടി ഉരുമി വർത്തമാനം പറഞ്ഞിരുന്നാൽ പ്രശ്നം തീരും. മുട്ടി ഉരുമി വർത്തമാനം പറയണോ? അങ്ങനെ ഉരുമി അടുത്തിരുന്ന് പറയാം. മുട്ടി ഉരുമി ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചാണോ ഫാദർ? അതോ അല്ലല്ല, പലരും പറയുന്നതാണ്. അടുത്തിരുന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കൊരു ഉണർവായത്, സന്തോഷമായത്. അപ്പം ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ഛൻ 15 മിനിറ്റ് ഒന്നും വേണ്ട, എൻ്റെ കെട്ടിയവൻ ഒരു 5 മിനിറ്റ് മിണ്ടിയാൽ മതി. എൻ്റെ ഭർത്താവിനെ എനിക്ക് കാണുമ്പം ഒരു തൊഴി കൊടുക്കാനാ തോന്നുന്നു. തൊഴിച്ചിട്ടുണ്ടോ? തൊഴിച്ചിട്ടില്ല, കൊടുക്കാൻ തോന്നുന്നു. അത് ഏത് സമയവും അത്യാഹിതം ഉണ്ടാവും, ആവശ്യം വരുന്നു. അപ്പൊ ഞാൻ ചെല്ല ആദ്യ രാത്രിയിൽ മുട്ടി ഉരുമി കൊച്ചു വർത്താനം പറഞ്ഞ് പുതപ്പിന് കീഴെ കിടക്കുമ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കിടക്കാവല്ലോ നോത്തപ്പം ഇയാൾ പാതിരാത്രി 12 മണിക്ക് ചാടി എഴുന്നേറ്റ് ചോദിക്കുക, ഡെൻമാർക്കിന്റെ തലസ്ഥാനം ഏതാടിയെന്ന്. അപ്പം എനിക്ക് അന്നും ഒരു പ്രശ്നമില്ല. ഞാൻ ചോദിച്ചു, താനെന്താ അങ്ങനെ ചോദിച്ചത്? ഞാൻ പറഞ്ഞു, വിവാഹത്തിന് ഒരുക്കിയ മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞായിരുന്നു, വിഷയങ്ങൾ തീരുമ്പോൾ മനഃപൂർവ്വം വിഷയങ്ങൾ ഉണ്ടാക്കി വർത്താനം പറയണം. ഒരു ബുദ്ധിജീവിതം ആരംഭിക്കുകയല്ലേ, അവിടെ പൊതുവിജ്ഞാനം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് പറഞ്ഞതാ. പക്ഷെ ആ വിഷയം എൻ്റെ അച്ഛ ഇത്രയും വലിയ വിഷയമായി തീരുമെന്ന് ഞാൻ അറിഞ്ഞില്ല. നമസ്കാരം ജോസഫ് പുത്തൻപുരയ്ക്കൽ. നമസ്കാരം ഡേവിസ് ചിറമൽ. നമസ്കാരം. നമസ്കാരം. ഫാദർ, LED സ്ക്രീനിലേക്ക് നോക്കിയാൽ ഒരു ഫോട്ടോ കാണാൻ സാധിക്കും. ഒരു പടക്കം. അതൊരു പടക്കം. ഫാദർ ഡേവിസ് ചിറമലിന് ഒരു കഥ പറയാനും ഉണ്ടാകും. ഈ പടക്കം വെച്ചോ? അത് ശരിയാണ്. ഒരു പടക്കം പൊട്ടിക്കാം. പടക്കം പൊട്ടിക്കാം. എന്താ വരട്ടെ. ചെറുപ്പത്തില് നമ്മള് തൃശ്ശൂരല്ലേ പൂരല്ലേ, വെടിക്കെട്ടല്ലേ, ഒറ്റയാലക്ക്. അപ്പൊ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ ഈ പൂരം കഴിഞ്ഞു കഴിഞ്ഞാല് പൂരപ്പറമ്പിൽ പോവും. ഫാദർ ചന്ദനക്കുറി ഇട്ട് പൂരപ്പറമ്പിൽ കേട്ടിട്ടുണ്ട്. ഈ പൂരത്തിനാണെങ്കിൽ ഈ അമിട്ട് പൊട്ടിയിട്ട് ഗുളിക വന്ന് വീഴും, പൊട്ടാണ്ട് അത് പറക്കാൻ പോവും. അപ്പോ ചെറുപ്പത്തില് എന്റെ വീട്ടിലൊന്നും പടക്കൊന്നും വാങ്ങിക്കാനായിട്ടുള്ള സംവിധാനം ഇല്ല. അപ്പൊ വല്ല പള്ളിയില്ല, പടക്കൊന്നും അധികം പൊട്ടിക്കണ്ട. പള്ളിയിലൊക്കെ പൊട്ടിക്കുമ്പോ നമ്മൾ പോയി പൊട്ടാത്ത പടക്കം പറക്കും. പിന്നെ നമ്മുടെ എക്സ്പെരിമെന്റുകളാണ്. അതെച്ചാല് ഈ പടക്കം വെച്ചിട്ട് അതിലൊരു പാട്ട വയ്ക്കും. അപ്പൊ പൊട്ടുമ്പോ ഭയങ്കര ശബ്ദം ഉണ്ടാവും. അങ്ങനെ അല്ലെങ്കിൽ അതിന് മരുന്നെടുത്തൊരു കല്ലുമ്മ വെച്ച് വേറെ കല്ല് വെച്ചടിക്കും. അതിനിടയിൽ ഒരു പരീക്ഷണം വന്നപ്പോ വീട്ടിൽ നിന്ന് എനിക്ക് പണ്ട് നമ്മളെ ഷേവ് ചെയ്യുന്ന ഒരു കുറ്റി ഉണ്ടല്ലോ, സ്റ്റീലിന്റെ, ആ കുറ്റി കിട്ടി. അപ്പൊ ഒരു പരീക്ഷണം നടത്താന്ന് വെച്ചാൽ ആ കുറ്റിയുടെ ഉള്ളില് ഈ മരുന്നിട്ടിട്ട് തിരിവെച്ചു. അപ്പൊ എന്റെ അനിയനും ഒക്കെ എല്ലാവരും ഉണ്ട്, അടുത്തുള്ള കുട്ടികളൊക്കെ ഉണ്ട്. വീടിന്റെ ഉള്ളിൽ വെച്ചിട്ട് അപ്പൊ നമ്മൾ ഈ പൂത്തിരി കത്തിക്കല്ലോ, അങ്ങനെ കത്തിക്കാന്ന് വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ മരുന്നിട്ട് തിരിവെച്ച് കയ്യിൽ പിടിച്ചിട്ട് ഇത് ഞാൻ കത്തിച്ചു. പിന്നെ ഓർമ്മയില്ല. അതായത് ഒരു സ്റ്റീൽ ബോംബ് കണ്ടുപിടിച്ച് ഞാനാണ്. ആ സാധനം പൊട്ടിച്ചതിരി എന്റെ വിരലുകളൊക്കെ തകർന്നു പോയി. അന്ന് പോയി. എന്റെ അമ്മയുടെ വയറ്റിലേക്ക് ഒരു ചീള് പോയി. എന്റെ അനുജന്റെ കയ്യുമിക്ക് ഒരെണ്ണം കയറിപ്പോയി. ബാക്കി ആരുടെയും ശരീരത്തിൽ കയറാഞ്ഞത് ബാക്കി, അല്ലെങ്കിൽ പലരും മരിച്ചന്. എന്റെ കൈയാണ് തകർന്നു പോയത്. അപ്പൊ ഈ വിരലുകള് അന്ന് എന്റെ റൈറ്റ് തമ്പുണ്ടല്ലോ, അന്ന് ആശുപത്രി കൊണ്ടുപോയപ്പോ ഭാഗ്യത്തിന് അത് കട്ട് ചെയ്ത് കളയേണ്ടതാണ്. കട്ട് ചെയ്ത് കളഞ്ഞിരുന്നെങ്കിൽ ഞാൻ അച്ഛനാവില്ലായിരുന്നു. അതെന്താ? വിരല് വേണം.
ഓ നിർബന്ധമല്ലേ? എല്ലാ വിരലില്ലാത്ത ഫാദർമാരില്ല. ഇല്ല പട്ടത്തിന് മുമ്പ് നമ്മുടെ അവയവങ്ങൾ വലിയ നഷ്ടമായി പോയനല്ലേ അപ്പൊ അത് കാര്യം. ഫാദറിനെയൊക്കെ ഫാദർ അല്ലാതെ ആലോചിക്കാൻ പോലും പറ്റത്തില്ല. അങ്ങനെയാണ് ഈ വിരല്. അപ്പൊ എപ്പോഴും എന്റെ ഈ വിരല് ഇതൊരു ഓർമ്മപ്പെടുത്തല. എന്റെ ക്ലാസ്സുകളൊക്കെ കുറെ പോയി 8ാം ക്ലാസ് തമ്പി പ്രശ്നം വധിക്കാൻ പറ്റുമോ? ഇപ്പതേ അമേരിക്കയിൽ തമ്പി പ്രശ്നം വെച്ചിട്ടാ പതിച്ചു. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഈ പടക്കം പൊട്ടിച്ച ഈ ഓർമ്മയുണ്ടല്ലോ, ഇത് എന്റെ ജീവിതത്തിലെ ഇതൊരു നിർണായക നിമിഷമായിരുന്നു. സൂപ്പർ ഓർമ്മയത്. ആള് കുരുത്തക്കേടായിരുന്നോ കുട്ടിക്കാലത്ത്? അയ്യോ അങ്ങനെ പറയണോ? ചെറുതായിട്ട്. കാര്യം നമ്മളിപ്പോ നമ്മളന്നൊന്നും അച്ഛനല്ലല്ലോ. നമ്മൾ ആഫ്റ്റർ ആൻഡ് അല്ലേ, ബിഫോർ ആൻഡ് ആഫ്റ്റർ ഉണ്ടല്ലോ. ഓക്കെ. അല്ല കുട്ടിക്കാലത്ത് നമുക്ക് ഭയങ്കര കളിയും രസവും ഒക്കെ നിറഞ്ഞൊരു കാലഘട്ടമായിരുന്നു. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനത്തെ കളികളും രസങ്ങളും ഒന്നുമില്ല. ഒക്കെ അത് ഇങ്ങനെ നോക്കി നടക്കുന്ന അവസ്ഥയിലായി മാറി.